ഒരു പെണ്ണിന്റെ സൗന്ദര്യങ്ങളിൽ ഏറ്റവും വലിയ സൗന്ദര്യം ആ പെണ്ണിന്റെ ചാരിത്രശുദ്ധിയാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളവും അതുതന്നെയാണ്. എന്നാൽ ഒരു പെണ്ണിന്റെ, ഒരു സഹോദരിയുടെ, ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് തനിക്ക് അല്ലാഹു ഹലാലാക്കിയ നിക്കാഹിലൂടെ എന്നെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച ഒരു പുരുഷനല്ലാതെ എൻ്റെ ശരീരം കാണരുത്, ആ ഒരു പുരുഷനല്ലാതെ എൻ്റെ ശരീരം തുടരുത്, ആ ഒരു പുരുഷന് മാത്രമേ എൻ്റെ ശരീരം ഹലാലാവുകയുള്ളൂ എന്ന് ചിന്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഇഫ്ഫത്ത് എന്ന് പറയുന്ന ഗുണമാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഗുണം. അല്ലാഹു നമ്മുടെ പെൺകുട്ടികൾക്ക്, ഈ സമൂഹത്തിലെ വിദ്യാർത്ഥിനികൾക്ക് അല്ലാഹു ഉൾബോധം നൽകട്ടെ, ബസീറത്ത് നൽകട്ടെ. കാരണം കാലഘട്ടത്തിന്റെ ഒഴുക്ക് വളരെ ഡേഞ്ചറാണ്, അത്യധികം പ്രയാസകരമാണ്, ഭീതിതമാണ്. ആർക്കും ആരുടെ കൂടെയും കറങ്ങി നടക്കാമെന്ന രീതിയിൽ, ആർക്കും ആരുടെ കൂടെയും കൈപിടിച്ചു പോകാം, ആർക്കും യഥേഷ്ടം ഏത് സമയത്തും ഇറങ്ങി നടക്കാം, ആരുടെ കൂടെയും തോളിൽ പിടിച്ചിരിക്കാം. തന്റെ ശരീരം തൊടാനും സ്പർശിക്കുവാനും കാണാനും അല്ലാഹു അനുവദിച്ചത് തന്റെ മഹറമുകൾക്ക് വരെ അല്ലാഹു നിശ്ചയിച്ച പരിധിയുണ്ട്. എന്നാൽ തന്റെ ഭർത്താവിന് മാത്രമേ എൻ്റെ ശരീരം കാണുക പരിപൂർണമായും അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കണം. അത് അല്ലാഹു ഹലാലിലൂടെ മനുഷ്യന്റെ ആഗ്രഹ നിർവഹണത്തിന് പടച്ചവൻ ഹലാലിന്റെ വഴികൾ തുറന്നു വെച്ചതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ അന്ത്യദിനത്തിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ കണ്ടു തുടങ്ങുമ്പോൾ, ഈ പ്രപഞ്ചത്തിന്റെ യാത്രയും മനുഷ്യന്റെ സംസ്കാരവും ഖിയാമത്തിന്റെ പടിവാതിലിക്കലേക്ക് എത്തിച്ചേരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യം വേണമെങ്കിൽ ഒരു കാര്യം അറിയണം, ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് രണ്ട് ചിന്തകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഹമ്മുഹും അൽ ബത്നു വൽ ഫർജ്, ഭോഗിക്കുക, വ്യഭിചരിക്കുക, തിന്നുക, കുടിക്കുക. ഇങ്ങനെ വായയിലൂടെയും മനുഷ്യന്റെ ലൈംഗികതയിലൂടെയും ലഭിക്കുന്ന ആസ്വാദനങ്ങളിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാലഘട്ടം അന്ത്യനാളിന്റെ മുമ്പിൽ നിങ്ങൾക്ക് കാണേണ്ടി വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞു തന്നു പോയതാണ്. അല്ലാഹുവേ, എൻ്റെ സാറയെ ആ മനുഷ്യൻ തുടരുതേ. ഭർത്താവിന്റെ മനസ്സിനുള്ളിൽ നിന്ന് വന്ന ആ ഒരു പ്രാർത്ഥന അല്ലാഹു കേട്ടു. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ. രാജാവ് കൈ നീട്ടുമ്പോഴേക്കും ആ കൈ എവിടെ വളക്കാനും പിടിക്കാനും കഴിയാതെ സ്റ്റിഫായിട്ട് ഉറച്ചു പോകുന്നു. ഐസ് പോലെ, തണുത്തുറച്ചതുപോലെ അയാളുടെ കൈ പോലും ഒന്നും മടങ്ങുന്നില്ല. അയാൾ വിചാരിച്ചു, ഇതൊരു ഭൂതപ്പെണ്ണാണോ, ഇത് മനുഷ്യനല്ലയോ, ഇത് ജിന്നിൽപ്പെട്ട ഒരു പെണ്ണാണോ, ജിന്നിയത്താണോ എന്ന് രാജാവ് പേടിച്ചു. ക്ഷമാപണം ചോദിച്ചു. സാറാ ബീവി മാപ്പ് കൊടുത്തു. അയാളുടെ കൈ പൂർണ്ണരൂപത്തിലേക്ക് മാറി. അല്പനേരം കഴിഞ്ഞ് അതിസൗന്ദര്യമുണ്ടായിരുന്ന സാറാ ബീവിയെ വശീകരിക്കുവാൻ വേണ്ടി അയാൾ സ്പർശിക്കുവാൻ കൈ നീട്ടുമ്പോഴേക്കും ആ ശരീരത്തിലേക്ക് കൈ തൊടാൻ കഴിയാതെ കൈ ഉറച്ചുപോയത് രാജാവ് കാണുന്നു. മൂന്നാമത്തെ തവണയും ഇത് തന്നെ സംഭവിച്ചപ്പോൾ പേടിച്ചയാൾ ഓടുകയാണ്. ഈ പെണ്ണിനെവിടെ നിന്ന് കൊണ്ടുപോകൂ, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് മനുഷ്യനെ തന്നെയാണോ, അല്ല ഒരു ജിന്നിനെയാണോ? എന്നിട്ട് അവൾ ഒരു ജിന്നാണെങ്കിൽ അവളുടെ ഭാഗത്ത് നിന്ന് ഒരു ഉപദ്രവവും ഇനി തനിക്കുണ്ടാവരുത് എന്ന് പേടിച്ച് സാറ ബീവിയെ സന്തോഷിപ്പിക്കാൻ, മാപ്പ് ചോദിക്കാൻ വേണ്ടി സാറ ബീവിക്ക് സമ്മാനം കൊടുത്ത പെണ്ണാണ് ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ. അവരെന്ന് അടിമ സ്ത്രീയായിരുന്നു. അതുകൊണ്ട് ഹാജർ ബീവിയെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കണം വിശുദ്ധയായ മറിയം റളിയല്ലാഹു അൻഹയെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها
فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. സത്യവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉദാഹരണം രണ്ടുപേരാണ്, രണ്ട് പെണ്ണുങ്ങളാണ്. ഒന്ന് ഫറോവയുടെ ഭാര്യയായിരുന്ന ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹ, ആസിയ ബീവി. രണ്ടാമത്തെ ഉദാഹരണം മറിയം ബിനത്ത് ഇമ്രാൻ, ഇമ്രാനിന്റെ മകളായിരുന്ന മറിയം. അവരാണ് ഈസാ നബി അലൈഹിസ്സലാമിന് ജന്മം കൊടുത്തത്. വമറിയം ബിനത്ത് ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ, തന്റെ ശരീരം കൊണ്ട് വ്യഭിചരിച്ചിട്ടില്ലാത്തവരാണവർ. മറിയം ബീവിയെ ആ ഒരു മഹദിയുടെ പേരിൽ മാത്രമാണ്, ആ ഒരു മഹദിയുടെ പേര് മാത്രമാണ് ഖുർആൻ പേരെടുത്തു പറഞ്ഞ ഒരു മഹദി. ആ മഹദിയുടെ പേരിലെ ഒരു സൂറയുള്ളൂ, വേറെ പെണ്ണുങ്ങളുടെ പേരിൽ സൂറയില്ല, ഒരാളുടെ പേരിലും സൂറയില്ല. സൂറത്ത് മറിയമുണ്ട്. മറിയം ബീവി റളിയല്ലാഹു അൻഹ ലോകത്ത് ആത്മീകതയുടെ സ്പിരിച്വാലിറ്റിയിൽ ഔന്നിത്യം പ്രാപിച്ച 4 പേരിൽ മറിയം ബീവിയുണ്ട്, ആസിയ ബീവിയുണ്ട്, ഖദീജ ബീവിയുണ്ട്, ഫാത്തിമ ബീവിയുണ്ട് റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. التي أحسنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. പ്രായപൂർത്തിയായതിനു ശേഷം തൊട്ടടുത്തുള്ള ഒരു കുളിക്കാൻ കഴിയുന്ന ഒരു കൊച്ചു കുളത്തിന്റെ അരികത്ത് നിന്ന് സ്നാനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അതിസുമുഖനായ ഒരു ചെറുപ്പക്കാരനായി മറിയം ബീവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ഖുർആൻ പറയുന്നത്. നല്ല ഒരു എല്ലാം ഒത്തിണങ്ങിയ ഒരു ചെറുപ്പക്കാരൻ, ഹൈറ്റും വെയിറ്റും സൗന്ദര്യവും പ്രായവും ഭംഗിയും എല്ലാം സമഞ്ജസമായി മേളിച്ച ഒരു ചെറുപ്പക്കാരൻ. കാണുന്നതോ ടീനേജുകാരിയായ ഒരു പെൺകുട്ടിയെ. ബഹുമാന്യരായ ശൈഖുന നെല്ലായി ഉസ്താദ് അവറുകൾ യാത്ര ചോദിക്കുകയാണ്. അല്ലാഹു മഹാനവറുകളുടെ ആ ഒരു നേതൃത്വവും തണലും അല്ലാഹു ഈ ഉമ്മത്തിന് ഒരുപാട് നാൾ നിലനിർത്തി തരട്ടെ. മഹാനവറുകൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങൾക്ക് കിതാബ് ഓതി കൊടുക്കുന്ന ഇപ്പോഴും അങ്ങനെ എത്രയോ ആയിരങ്ങൾ പണ്ഡിതന്മാരായി ഉസ്താദിന്റെ തണലിൽ നിന്ന് ജ്ഞാനം നേടിപ്പോയവർ ആയിരക്കണക്കിന്, അവരുടെ ശിഷ്യന്മാർ, വലിയൊരു വൈജ്ഞാനിക തലമുറയെ വാർത്തെടുത്ത ഒരു മഹാപണ്ഡിതൻ. അല്ലാഹു മഹാനവറുകളുടെ എല്ലാ കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. ആ ഒരു സൗന്ദര്യവും സൗരഭ്യവും വെളിച്ചവും പ്രഭയും തണലും അല്ലാഹു നമുക്ക് ഒരുപാട് നാൾ നിലനിർത്തി തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൗന്ദര്യവതിയായ മറിയം റളിയല്ലാഹു അൻഹ മനുഷ്യനായി മുമ്പിൽ അവതരിച്ച മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാം. ഇത് മലക്കാണെന്നറിയാതെ ഒരു പുരുഷനെയാണ് കാണുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത്. തൊടുകയോ ചോദിക്കുകയോ അപായപ്പെടുത്തുകയോ വഴിതടയുകയോ ഒന്നുമല്ല. മഹദിയായ മറിയം റളിയല്ലാഹു അൻഹ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന തൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്കരികിൽ ഒരു ചെറുപ്പക്കാരനെ, പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോൾ ഇന്നി ഉഈദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. ഒരു 17 വയസ്സുള്ള പെൺകുട്ടി തൻ്റെ മുമ്പിൽ സ്നേഹത്തിൻ്റെ കത്തുമായി, ഐ ലവ് യു മെസ്സേജുമായി വരുമ്പോൾ, അത് ഇൻസ്റ്റഗ്രാമിലാവട്ടെ, സോഷ്യൽ മീഡിയയിലാവട്ടെ, ഫോണിലാവട്ടെ, മെസ്സേജിലാവട്ടെ, വാട്സപ്പിലാവട്ടെ, നിന്നെ എനിക്കിഷ്ടമാണ് എന്ന ഒരു
പൈശാചിക ചിന്തകളോടുള്ള ചുവയോടുകൂടെ ഒരു അന്യ പുരുഷൻ തന്നെ സമീപിക്കുമ്പോൾ പെൺകുട്ടികൾക്ക് ഓർമ്മ വരാറുണ്ടോ? മറിയം റളിയല്ലാഹു അൻഹ അതുപോലെ ഒരു പ്രായത്തിൽ തൻ്റെ വീട്ടുകാരോ നാട്ടുകാരോ ആരും കാണാനിടയില്ലാതിരുന്ന ഒരു സ്ഥലത്ത് സുമുഖനായൊരു ചെറുപ്പക്കാരൻ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വഴിയരികിൽ നിൽക്കുമ്പോൾ ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. സഹോദരാ, കാരുണ്യവാനായ അല്ലാഹുവിനെ വിളിച്ച് ഞാൻ അഭയം ചോദിക്കുന്നു, നീ എന്നെ ഒന്നും ചെയ്യരുതേ. ഇൻ കുൻത തഖിയാ, അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലയോ നീ? ഈ വാക്കുകൾ പറഞ്ഞ മോളാണ്, ഉമ്മയാണ്, സഹോദരിയാണ് മഹദിയായ ഈസ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയായ മഹദി മറിയം റളിയല്ലാഹു അൻഹാ. ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. തിന്മകളിലേക്കുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, തിന്മകളിലേക്ക് വഴിതെറ്റാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് ഓടി നടക്കാനോ കളിക്കാനോ, ഒരുമിച്ച് ഇരുന്ന് ചായ കുടിക്കാനോ കോഫി കുടിക്കാനോ ഐസ്ക്രീം പാർലറുകളിൽ പോയിരിക്കാനോ ആരാരും അറിയാതെ ആശയ സംവേദനം നടത്താനോ ഒക്കെ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നി അഊദു ബിർറഹ്മാനി മിൻക, നിന്നിൽ നിന്നൊരു ഉപദ്രവവും ഒരു ദുഷിച്ച ചിന്തയും എന്നെ കൊള്ള വരരുതേ എന്ന് ഞാൻ എൻ്റെ കാരുണ്യവാനോട് അഭയം തേടുകയാണ്. ഇൻ കുൻത തഖിയാ, നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലേ എന്ന് തനിക്ക് തൻ്റെ മുമ്പിലേക്ക് പ്രേമത്തിൻ്റെ ആ ഒരു സന്ദേശവുമായി വരുന്ന ഒരാളിനോട് അതിന് സമാനമായ ഒരു ആശയത്തിലെങ്കിലും ധാർമ്മികതയുടെ, സ്വത്വബോധത്തിൻ്റെ, ലജ്ജയുടെ, ഹയാഇൻ്റെ, ഇഫ്ഫത്തിൻ്റെ, ചാരിത്രശുദ്ധിയുടെ ആ ഒരു മഹത്വം ഓർത്തുകൊണ്ടൊരു മറുപടി പറയാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് ഇന്ന് സാധിക്കണ്ടയോ? ഈ പോക്ക് വളരെ ഗുരുതരമാണ്. ഒരു പെണ്ണിൻ്റെ അഭിമാനം നഷ്ടപ്പെടുന്ന എത്രയെത്ര സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ മക്കൾ കടന്നു പോകുന്നത്. സാറാ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹുവേ, ആ ദുഷ്ടനായ രാജാവിൻ്റെ കരസ്പർശം പോലും ഏൽക്കരുത്, എൻ്റെ ഭാര്യയെ ഒരാളും തുടരുത്, അവളുടെ ചാരിത്രശുദ്ധി നഷ്ടപ്പെടരുതേ എന്ന് മെഹ്റാബിൽ നിന്ന് സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു, ദുആ ചെയ്യുകയായിരുന്നു, നിസ്കരിക്കുകയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അല്ലാഹു നൽകിയതാണ് രണ്ടാമതൊരു സുന്ദരിയായ ഹാജർ റളിയല്ലാഹു അൻഹയെ. സാറ ബീവിയാണ് പറഞ്ഞത്, ഇബ്രാഹിം നബിയെ, മക്കൾ ജനിച്ചിട്ടില്ലാത്ത എനിക്ക് ഇനി മക്കൾ ഉണ്ടാകുമോ എന്നറിയില്ല, ഞാൻ വാർദ്ധക്യത്തിലെത്തിയല്ലോ, ഹാജറിനെ കല്യാണം കഴിച്ചോളൂ, അല്ലാഹു നിങ്ങൾക്ക് മക്കളെ തന്നേക്കും. ആ ഒരു ദാമ്പത്യത്തിലാണ് ഇസ്മാഈൽ നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും സാറ ബീവിക്കും മക്കളുണ്ടായി, മകനുണ്ടായി, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലൂടെയാണ് ലോകത്ത് വന്ന നമ്മുടെ ഹബീബൊഴികെ എല്ലാ പ്രവാചകന്മാരും വന്നത് ഇസ്ഹാഖി പരമ്പരയിലൂടെയാണ്. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബിയിലൂടെ ആയിരക്കണക്കിന് പ്രവാചകന്മാർ വന്നു. എന്നാൽ ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിന്റെ വംശപരമ്പരയിലൂടെ ഒരേ ഒരു നബിയെ വന്നിട്ടുള്ളൂ. ആ പ്രവാചകൻ നമ്മുടെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ما ترفع إبل الحاج رجلا ولا تضع يدا إلا كتب الله له بها حسنة ومحى عنه سيئة أو رفعه بها درجة. ആ പ്രവാചകൻ ഇസ്മാഈൽ നബിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പണിതുയർത്തിയ കഅബാലയത്തെ ലക്ഷ്യമാക്കി ആരെങ്കിലും യാത്ര ചെയ്തു വരികയാണെങ്കിൽ അവരുടെ വാഹനത്തിൻ്റെ ടയറുകൾ തിരിയുന്നതിൻ്റെ ദൂരമനുസരിച്ച്, അവരുടെ വാഹനങ്ങൾ മൃഗങ്ങളാണെങ്കിൽ അവയുടെ ഹാഫിറുകൾ, അവരുടെ കുളമ്പുകൾ വെക്കുന്നതിൻ്റെ തോതനുസരിച്ച്, കാല് പൊക്കുന്നതിൻ്റെയും താഴ്ത്തുന്നതിൻ്റെയും എണ്ണത്തിനനുസരിച്ച് നന്മകളായ നന്മകളെ വാരിക്കോരി തരികയും തിന്മകളായ തിന്മകൾ മുഴുവനും മായ്ച്ചു കളയുകയും സ്ഥാനമാനങ്ങളെ അള്ളാഹു ഉയർത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞ മഹത്തായൊരു ദൗത്യ നിർവഹണത്തിന് അള്ളാഹു വിളിച്ചു പറയാൻ ഏൽപ്പിച്ചത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ.
ഹാജർ ബീവി അവിടെ ഉപേക്ഷിച്ചു പോരാനായിരുന്നു അള്ളാഹുവിന്റെ ആദ്യത്തെ ആജ്ഞ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, തന്റെ പിഞ്ചു പൈതലായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, പാല് കുടിക്കുന്ന മോനാണ്, പിഞ്ചു പൈതലാണ്, ഏതാനും മാസമേ പ്രായമായിട്ടുള്ളൂ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്. ആ ഉമ്മ കയറിയ കുന്നുകളാണ് സഫയും മറുവയും. ഒരു ഉമ്മയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ഇടമാണ് സഫയും മറുവയും. അവിടം മുതലാണ് സഫയും മറുവയും പവിത്രമായി തീരുന്നത്. ഉമ്മയായ ഹാജർ ബീവി മകനായ പ്രവാചകനായി മാറിയ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് വെള്ളം കൊടുക്കാൻ വഴിയില്ലാതെ വന്നപ്പോ ഈ രണ്ടാലൊന്ന് കുന്നിന്റെ മുകളിൽ കയറി ചുറ്റുപാടും നോക്കിയാൽ ഏതെങ്കിലും വഴിയാത്രക്കാരെ കാണുമോ എന്ന് നോക്കാൻ വേണ്ടി, ഉയരം കിട്ടാൻ വേണ്ടി കയറി നിന്ന രണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന കുന്നുകളായിരുന്നുവല്ലോ സഫയും മറുവയും. ആ സഫാ മറുവ കുന്നുകൾക്കിടയിൽ നിരപ്പുള്ള ഒരു സ്ഥലമുണ്ട്. അത് കഅബാലയത്തിനോട് ചേർന്ന് വരുന്ന സ്ഥലമാണ്. അവിടെയാണ് പിഞ്ചു പൈതലിനെ കിടത്തിപ്പോന്നിരുന്നത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ തൊണ്ട വരണ്ട് മുലപ്പാല് വറ്റിയിട്ട് കുഞ്ഞിന്റെ തൊണ്ടയിടറിയിട്ട് ശ്വാസമെടുക്കാൻ കഴിയാതെ മരണത്തെ മുഖാമുഖം കാണുമ്പോ പിഞ്ചു പൈതലിനോട് പ്രസവിച്ച് ജന്മം നൽകിയ ഒരു ഉമ്മയുടെ മനസ്സിലുണ്ടാകുന്ന സ്നേഹത്തിന്റെ, ഉമ്മയുടെ കരുണയുടെ, ആർദ്രതയുടെ, മാതൃ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ആ ഉമ്മ ഓടിയ ഇടമുണ്ടെന്ന്. അവിടെയാണ് പച്ച ലൈറ്റ് വെച്ചിട്ട് പുരുഷന്മാർ ഒന്ന് ധൃതി പിടിച്ചവർക്കൊന്ന് ഓടുകയല്ല, ധൃതി പിടിച്ച് നടക്കൽ സുന്നത്തുണ്ട്. പെണ്ണുങ്ങൾ ഓടരുത്, അവർ സാധാരണ നടത്തം നടന്നാൽ മതി. ആ ഓട്ടം പുരുഷന്മാരോടാണ് ഓടാൻ പറയുന്നത്. എന്തിനെന്നറിയുമോ? അവിടെയാണ് ജന്മം നൽകിയ ഒരു പെണ്ണ്, ഒരു ഉമ്മ, ഒരു മാതാവ് ഹാജർ റളിയല്ലാഹു അൻഹാ തന്റെ പിഞ്ചു പൈതലിന്റെ കരച്ചിൽ കേൾക്കാൻ കഴിയാതെ ഓടിപ്പോയ സ്ഥലമാണത്. അടുത്ത കുന്നിലേക്ക് വേഗമെത്താൻ വേണ്ടി അങ്ങനെ 7 റൗണ്ട് ഓരോ പോക്കുകളിലായി അങ്ങുമിങ്ങുമായി 7 തവണ സഫയിൽ തുടങ്ങി 7ാമത്തേത് മർവയിൽ അവസാനിച്ച് തളർന്നവശയായി മഹദി റളിയല്ലാഹു അൻഹ കഅബാലയത്തിന്റെ അരികത്തേക്ക് വരുമ്പോഴാണ് ആ വിശുദ്ധ കുഞ്ഞിന്റെ കാലിന്റെ അരികത്ത് നിന്ന് സംസമിന്റെ ഉറവ പൊടിയുന്നത്. ആ സംസം ഉറവയാണെന്ന് സംസം കിണറായി മാറിയത്. ആ സംസം കിണറിൽ നിന്നാണ് ലക്ഷക്കണക്കിന് ഗാലൻ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും മക്കായുടെ ഊഷരമായ ഭൂമികയിൽ ഏറ്റവും കൂടുതൽ മിനറലുകൾ അടങ്ങിയ ലോകത്തെ അത്യപൂർവമായ വെള്ളം സംസം എന്നറിയപ്പെടുന്ന ആ പരിശുദ്ധമായ ദാഹജലം, പുണ്യജലം, മാഉ സംസം ലിമാ ശുരിബല. നിങ്ങൾ എന്തുദ്ദേശിച്ചുകൊണ്ടാണോ കുടിക്കുന്നത്, ആ നീയത്തിന്റെ കനമനുസരിച്ച് നിങ്ങൾക്ക് ഉദ്ദേശ സാഫല്യം ഉണ്ടാവാൻ സംസം കുടിച്ചാൽ മതി. എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ കുടിക്കാനും തിന്നാനുമുള്ള 2 ഗുണങ്ങളുള്ള വെള്ളമാണ് സംസം എന്ന് പറഞ്ഞ സംസം. ആ സംസം ഉറവ പൊട്ടുന്നത് ഒരു ഉമ്മയുടെ മനസ്സിന്റെ പ്രാർത്ഥനയാണ്. ആ ഉമ്മയുടെ കാൽപാദങ്ങൾ അവിടെ പതിഞ്ഞിടം മുതൽ ആ 2 കുന്നുകൾക്കും പവിത്രതകളുണ്ടായി. ആരാണ് ഉമ്മ, ആരാണ് മാതാവ്? ആ മാതാവിനെയും പിതാവിനെയും കോടതി വരാന്തകളിൽ ബോധം കെട്ട് വീഴ്ത്തിയിട്ട് കാമുകന്മാരുടെ കൂടെ ഒളിച്ചോടിപ്പോകുന്ന പെൺകുട്ടികളെ ഒന്ന് ഓർക്കേണമേ. ലോകത്ത് ഇതിനേക്കാളും വരുന്ന ഒരു ദുര്യോഗം, ഇതിനേക്കാളും വരുന്ന ഒരു ശാപമർഹിക്കാനിടയുള്ളത് ലോകത്ത് മറ്റെന്തുണ്ട്? നിങ്ങളുടെ ഉണ്മ, നിങ്ങളുടെ ശരീരം ആ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഉമ്മയുടെ ചോര കുടിച്ചുണ്ടായ ശരീരമാണത്. ഉമ്മയുടെ ചോര കുടിച്ചുണ്ടായ ശരീരമാണ് നമ്മൾ ഓരോരുത്തരുടെയും. ആ മാതാവിൻ്റെയും തൻ്റെ ജന്മത്തിന് കാരണക്കാരനായ പിതാവിൻ്റെയും മനസ്സിനെ നോവിച്ചുകൊണ്ട് എന്ത് സന്തോഷമാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ആഗ്രഹിക്കേണ്ടത്. ആ ഉമ്മയെയും വാപ്പയെയും സങ്കടപ്പെടുത്തിയിട്ട് എന്താ ഇവിടെ നിന്ന് കിട്ടാനുള്ളത്? അതുകൊണ്ട് ഹജ്ജ്, ഉംറ എന്നൊക്കെ പറയുന്നത് ഉമ്മയെ വാപ്പയെ തിരിച്ചറിയാൻ മക്കൾക്ക് ബോധ്യം വേണം. മക്കൾ മാതാപിതാക്കളെ തിരിച്ചറിയണം. ഹുമാ ജന്നതുക വനാറുക്. നിനക്ക് വേണമെങ്കിൽ അവർ 2 പേരും സ്വർഗമാണ്, നിനക്ക് വേണമെങ്കിൽ അവർ 2 പേരും നരകവുമായി മാറാൻ കഴിയും. അവർക്ക് ഖിദ്മത്ത് ചെയ്താൽ ഫബിർഹുമാ,
ആ ഉമ്മാക്കും ഉപ്പാക്കും നന്മ ചെയ്യണേ, ആ നന്മ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗമുണ്ട്, അവരെ വേദനിപ്പിച്ചാൽ നിങ്ങൾക്ക് നരകവും കിട്ടുമെന്ന് പറഞ്ഞ തന്റെ പിതാവിനോട് മോശപ്പെട്ട് പെരുമാറിയ ഒരു മകനെ വിളിച്ച് പുന്നാര നബി തങ്ങൾ പറഞ്ഞു, മോനെ, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകളിലെ ഏറ്റവും നടുവിലത്തെ വാതിലാണ് നിന്റെ പിതാവ്. അതുകൊണ്ട് വേണമെങ്കിൽ നീ ഇത് ആ വാതിൽ വേണമെന്ന് വെച്ചോളൂ, ഇല്ലെങ്കിൽ നീ കൊട്ടിയടച്ചോളൂ, അത് നിന്റെ ഇഷ്ടമാണ്. പക്ഷേ പിതാവ് എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ വാതിലാണ്. കരഞ്ഞ് കരഞ്ഞ് വാർദ്ധക്യത്തിലെത്തി കരഞ്ഞ് സങ്കടത്തോടുകൂടെ തന്റെ മകനെ യുദ്ധത്തിലേക്ക് യാത്ര അയക്കുന്ന സഭയിലെ അതിലെ ഒരു ഉമ്മ, ആ ഉമ്മയുടെ ഒരേ ഒരു മകനാണിത്. ആ മകൻ മദീനയിലേക്ക് 600, 700, 800 കിലോമീറ്ററുകൾ മദീനയിലേക്ക് യാത്ര ചെയ്ത് ഹബീബായ നബി തങ്ങളുടെ അരികത്തേക്ക് വന്നിട്ട്, യാ റസൂലല്ലാഹ്, പുന്നാര നബിയേ, ഇസ്ലാമിന് പ്രതിസന്ധികളുണ്ടല്ലോ, ശത്രുക്കളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, മദീന സുരക്ഷിതമല്ലല്ലോ, മദീനയിലെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും സുരക്ഷ നൽകാൻ വേണ്ടി അങ്ങൊരു യുദ്ധത്തിന് പുറപ്പെടുന്നു എന്നറിഞ്ഞു നബിയേ. ആ കൂട്ടത്തിൽ എന്റെ ജീവൻ നൽകിയിട്ടെങ്കിലും അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് സുരക്ഷ നൽകാൻ ഞാനുണ്ട് നബിയേ, ഞാനും കൂടെയുണ്ട്. എവിടെന്നാ വരുന്നത്? യമനിൽ നിന്ന്. ആരൊക്കെയാ വീട്ടിലുള്ളത്? എനിക്ക് ഉമ്മയുണ്ട് നബിയെ. ആരാ ഉമ്മയുടെ കൂടെ? ആരുമില്ല. നീ മാത്രമാണോ ഒരു മോൻ? അതേ നബിയെ, എന്റെ ഉമ്മയെ ഞാൻ കരഞ്ഞുകൊണ്ടാണ് യാത്ര ചോദിച്ചു പോന്നത്. തിരിച്ചു പോകണം, തിരിച്ചു പോകണം, നിന്റെ ഉമ്മയിലാണ്, നിന്റെ ഉമ്മയാണ് നിന്റെ ജിഹാദ്, നിന്റെ ഉമ്മയുടെ അരികത്ത് നീ പോ, തിരിച്ചു പോകണം. ആ ഉമ്മയുടെ കാലിന്റെ താഴെ അവിടെ സ്വർഗമുണ്ട്. ആ ഉമ്മയെ നീ കരയിപ്പിച്ചിട്ടാണോ പോന്നത്? നീ ആ ഉമ്മയെ കരയിപ്പിച്ചതുപോലെ തിരിച്ചുപോയി ആ ഉമ്മയെ ചിരിപ്പിക്കണേ എന്ന് പറഞ്ഞ് യോദ്ധാവായി ആവേശത്തോടുകൂടെ വന്ന ചെറുപ്പക്കാരനെ, മാതാവിന് സംരക്ഷണം കൊടുക്കാതെ, ആളില്ലാതെ ഒരു ഉമ്മയെ ഒറ്റക്കാക്കിയിട്ടൊന്നും ജീവൻ വേണ്ട, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് വന്ന 1000-ഓളം വരുന്ന കിലോമീറ്ററുകൾ തിരിച്ച് പറഞ്ഞയച്ച് നടക്കാൻ പറഞ്ഞയച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനെന്നറിയുമോ? മാതൃഹൃദയത്തിന്റെ വേദന ഉമ്മ ആരാണ് എന്ന് മനുഷ്യർക്ക് പഠിപ്പിച്ചു തരാണ്. മനുഷ്യർക്കാണത്, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. ആരാണ് മാതാവ് എന്ന് പഠിപ്പിച്ചു തരികയാണ്. തന്റെ ഉമ്മയെ തോളിലേറ്റിയിട്ട് തവാഫ് മുഴുവനും ചെയ്ത്, സഈ മുഴുവനും ചെയ്ത് തന്റെ ഉമ്മയെ തോളിലിരുത്തി. നമ്മൾ ആലോചിക്കണം, സഈ സഫയിൽ നിന്ന് മർവയിലേക്ക് ഏകദേശം ഒരു 600-700 മീറ്റർ വരും, ഒരു 3/4 കിലോമീറ്റർ ആയില്ലേ? തിരിച്ച് ഇങ്ങോട്ട് അങ്ങോട്ട് അങ്ങനെ 7 ലാപ്പുകൾ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു 4-5 കിലോമീറ്റർ നടന്നിട്ടുണ്ടാകും. തവാഫിന്റെ നടത്തം വേറെയും. ഒക്കെ കഴിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുന്നാര മോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ കഅബാലയത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വൃദ്ധയായ ഉമ്മയെ തോളിലേറ്റിയിട്ടാണ് ഈ മനുഷ്യൻ ഇതൊക്കെ ചെയ്തത്. ഉമ്മയെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കുകയാണ്. ചോദിച്ചു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ, എന്റെ ഉമ്മയ്ക്ക് ഹജ്ജ് ചെയ്യാൻ പ്രയാസമാണ്, നടക്കാൻ കഴിയില്ല. ആ ഉമ്മയെ ഞാൻ തോളിലേറ്റിയിട്ടാണ് യമനിൽ നിന്ന് വന്നത്, ഇവിടെ നിന്ന് ഹജ്ജും കർമ്മങ്ങളും മുഴുവൻ ചെയ്യിപ്പിക്കുന്നത്. എൻ്റെ ഉമ്മ എനിക്ക് ചെയ്തു തന്ന ഗുണത്തിനോട് ഇത് ചേർത്ത് വെക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ ഉമ്മാക്ക് ഗുണം ചെയ്തു എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ, നീ ചെയ്തത് നിന്റെ പ്രസവത്തോടടുത്ത് നിന്റെ ഉമ്മ അനുഭവിച്ച ആ പ്രസവ വേദനയുടെ ഏറ്റവും വലിയ ഒരു നൊമ്പരത്തിന്റെ വേദനയുടെ കാഠിന്യത്തോട് ചേർത്ത് വെക്കാൻ പോലും ഇതായിട്ടില്ല മോനെ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് പറയുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകൻ, മഹാപണ്ഡിതൻ, ഹറമിലെ ഇമാം, ഹയ്യ ശുഹദാ എന്ന് പറയുന്ന മക്കയുടെ ഇന്നത്തെ നഗരിയിൽ അന്ത്യവിഷമം കൊള്ളുന്ന മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ മുത്തബിഉസ് സുന്ന റളിയല്ലാഹു അൻഹുമാ. ഇത് മാതാവാണ്. ഈ മാതാവിനെ ഓർമ്മിപ്പിക്കുവാനാണ് ഇന്നസ്സഫാ വൽ മർവ ഇന്നസ്സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്
ഒരു ഉമ്മയുടെ കാൽപാദമേറ്റ പ്രവാചകനും ജന്മം നൽകിയ ഒരു പ്രവാചകന്റെ കൂടെ ശയിക്കുകയും ആ പ്രവാചകന്റെ ജീവിത പങ്കാളിയായി മാറുകയും ചെയ്ത ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെ കാൽ സ്പർശമേറ്റ 2 കുന്നുകളെ അല്ലാഹു ശഅഇരില്ലാഹ് ഇന്നസ്സഫാ വൽ മർവ, തീർച്ചയായും സഫയും മർവയും മിൻ ശഅഇരില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വിളിച്ചറിയിക്കുന്ന അടയാളമാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ഒരു മാതാവ് പടച്ചതമ്പുരാന്റെ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സ്ഥാനവും അലങ്കാരവും ആ ഒരു രാജകിരീടവും തലയിൽ വെച്ചിരിക്കുന്ന രാജകുമാരിയല്ല, ക്വീനാണവര്, രാജ്ഞിയാണവര്. അതിനേറെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ ഇതെന്റെ പടച്ചതമ്പുരാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത സൃഷ്ടികളിൽ പടച്ചതമ്പുരാനും റസൂലും കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ മാതാവിനോട്, എൻ്റെ പിതാവിനോട്. ഇങ്ങനെ ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞാൽ മാത്രമാണ് ആ പെണ്ണിന്റെ ആദ്യത്തെ കടപ്പാട് ഭർത്താവിനോടായി മാറുന്നത്. അത് കഴിഞ്ഞാൽ അവിടെ മാതാപിതാക്കൾ തന്നെ. പക്ഷേ വിവാഹം നടക്കുന്നത് വരേക്കും ഒരു പെണ്ണിന്റെ ആദ്യത്തെ കടപ്പാടും തൻ്റെ ഉമ്മയും ഉപ്പയും തന്നെ. വിവാഹം കഴിഞ്ഞാൽ അത് ഭർത്താവിന് ഉമ്മയും ഉപ്പയും തന്നെയാണ്. ഒരു ഭാര്യക്കാണെങ്കിലും അത് തൻ്റെ ഭർത്താവാണ് ആദ്യത്തെ കടപ്പാട്. അത് കഴിഞ്ഞാൽ തൻ്റെ മാതാപിതാക്കൾ. ഇതിലും ഒരു പാഠമുണ്ട്. ഒരുപാട് നമ്മുടെ വീടുകൾക്കുള്ളിലെ അടുക്കളയിൽ പിറുപിറുക്ക് പറയുന്നത്, അരിശം തീർക്കുന്നത്, കുടുംബ വഴക്കുകൾ ഉണ്ടാകുന്നത്, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്, എൻ്റെ ഭർത്താവിന് മാതാപിതാക്കൾ മതി, എന്നെ വേണ്ട, അങ്ങനെ പറയല്ലേ. ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനോടാണ് കടപ്പാടെങ്കിൽ ഭർത്താവിൻ്റെ കടപ്പാട് ഏറ്റവും ആദ്യം തൻ്റെ ഉമ്മയോടാണ്, പിന്നെ ഉപ്പയോടാണ് എന്ന് വിചാരിച്ച് തൻ്റെ ഉമ്മയോ ഉപ്പയോ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതനുസരിക്കണം എന്നല്ല ഇതിനർത്ഥം. പക്ഷേ ആദരവും ബഹുമാനവും ഏറ്റവും ആദ്യം അർഹിക്കുന്നത് തൻ്റെ പിതാവാണ്, തൻ്റെ ഉമ്മയാണ്, തൻ്റെ പിതാവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഭാര്യ മനസ്സിലാക്കണം. ഒരു ഭാര്യയോടുള്ള സ്നേഹമല്ല ഉമ്മയോട് ഭർത്താവ് കാണിക്കുന്ന സ്നേഹം. കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹമല്ല ഭാര്യയോട് കാണിക്കുന്നത്. സുഹൃത്തിനോട് കാണിക്കുന്ന സ്നേഹമല്ല വീട്ടുകാരോട് കാണിക്കുന്നത്. അതുകൊണ്ട് ഉമ്മയെ ഇഷ്ടപ്പെടുമ്പോൾ എന്നോട് ഇഷ്ടമില്ലാണ്ടായി പോകോ? അതെങ്ങനെ? ഇത് രണ്ടും രണ്ടാണ്. ഒരു ഹൃദയത്തിൽ എത്ര പേർക്കിരിക്കാം, എത്ര വ്യത്യസ്തങ്ങളായ സ്ഥാനമാനങ്ങൾ നമ്മൾ ആർക്കൊക്കെ ഒരേ സമയം വകവെച്ചു കൊടുക്കുന്നു. എന്താ അതിന് പ്രശ്നം? ഇത് പെണ്ണുങ്ങൾ മനസ്സിലാക്കണം, പുരുഷന്മാര് മനസ്സിലാക്കണം. നമ്മുടെ വീടുകളിൽ കലഹങ്ങൾ ഉണ്ടാവരുത്. സ്നേഹവും ബഹുമാനവും ആദരവും ഇത്രമേൽ നമ്മളോട് നിഷ്കർഷിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. നമ്മളോട് സ്നേഹിക്കണം, കരുണ ചെയ്യണം, വിട്ടുവീഴ്ച ചെയ്യണം, ആദരവ് കാണിക്കണം. നാവുകൾക്ക് ലൈസൻസ് ഇല്ലാണ്ടായി പോകരുത്. എന്തും പറയാനുള്ള ത്രാണിയും എന്തും പറയാനുള്ള ധൈര്യവും അതൊരു വ്യക്തിത്വമാണെന്ന് മനസ്സിലാക്കരുത്. അത് അധാർമികതയാണ്. ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. ഒരു പച്ചച്ചെടി പോലും കായ്ക്കാത്ത, ഒരു മരം പോലുമില്ലാത്ത, മണ്ണ് പിടിച്ചിട്ടില്ലാത്ത പാറക്കെട്ടുകളായി കിടക്കുന്ന 2 കുന്നിൻ പുറങ്ങളിൽ ഒരു മാതാവിൻ്റെ, അതും ഒരു പ്രവാചകന്റെ ഉമ്മയായ, ഒരു പ്രവാചകന്റെ ഭാര്യയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെ കാലിന്റെ സ്പർശമേറ്റപ്പോഴേക്കും ആ 2 കുന്നുകളും അള്ളാഹുവിന്റെ 2 ദൃഷ്ടാന്തങ്ങളായി മാറി എന്ന് വിശുദ്ധ ഖുർആൻ. فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما. ഉംറ നിർവഹിക്കുന്നവർ, ഹജ്ജ് ചെയ്യുന്നവർ നിർബന്ധമായും സഫയും മറുവയ്ക്കടയിലും നടക്കൽ നിർബന്ധമാണ്. അള്ളാഹു ആരാണെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞതിന് ശേഷം ആദ്യം പറഞ്ഞു അനിഷ്കുർലി വലിവാലിദൈക്, നീ എനിക്ക് നന്ദി ചെയ്യണം അള്ളാഹുവിനോട്. പിന്നെ പറഞ്ഞു നിന്റെ മാതാപിതാക്കൾക്ക്. അത്രമേൽ റബ്ബ് ചേർത്തി പറയണമെങ്കിൽ കുടുംബ ബന്ധം, ഉമ്മയും ഉപ്പയും എന്ന ബന്ധം, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതെത്ര വലുതാണ്. സ്കൂളിൽ നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകാം, കോളേജുകളിൽ ക്യാമ്പസുകളിൽ നമുക്ക് നല്ല ചങ്കുകൾ ഉണ്ടാകാം, ബെസ്റ്റുകൾ ഉണ്ടാകാം, അല്ലാത്തവരുണ്ടാകാം.
പക്ഷേ നമ്മുടെ ഉമ്മയോളം ഉപ്പയോളമുള്ള ആ ഒരു സ്നേഹത്തെ, ആ ഒരു കടപ്പാടിനെ കവച്ചു വെക്കുന്നതാകരുത് നമ്മുടെ സൗഹൃദ ബന്ധങ്ങൾ. പെൺകുട്ടികളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിസുന്ദരനായൊരു പുരുഷനെ നിങ്ങൾക്ക് ഭർത്താവായി ലഭിച്ചേക്കും. പക്ഷേ നിങ്ങളുടെ ഉമ്മയും ഉപ്പയും സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ ആ ഭർത്താവിന് കഴിയില്ല. എൻ്റെ ചെറുപ്പക്കാരെ, അതിസുന്ദരിയായ ഒരു പെണ്ണിനെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഭാര്യയായി കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും. പക്ഷേ നിങ്ങളുടെ സ്വന്തം ഉമ്മയും ഉപ്പയും സ്നേഹിച്ച പോലെ ആ പെണ്ണിനെ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. ഇത് അല്ലാഹു ലോകത്ത് വെച്ചൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മനുഷ്യന് തെളിവ് പോലും ആവശ്യമില്ലാതെ ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. അല്ലേ? ഒരു ഉമ്മയോടും വാപ്പയോടും മക്കളെ സ്നേഹിക്കണേ എന്ന് പറഞ്ഞില്ല ഖുർആൻ. എന്തേ? അത് ജന്മന അള്ളാഹു നൽകി കഴിഞ്ഞതാണ്. മക്കളോട് പറഞ്ഞു വാപ്പയും ഉമ്മയും സ്നേഹിക്കണം. അത് തർബീയത്തിലൂടെ കിട്ടുന്നതാണ്. വാപ്പക്കും ഉമ്മക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവരെ മക്കളെ സ്നേഹിച്ചിരിക്കും. പക്ഷെ മക്കളോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കണം, അവരെ സ്നേഹിക്കണം. അവരുടെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ നിങ്ങൾ ശബ്ദിക്കരുത്. നിങ്ങൾ കുറച്ച് ആരോഗ്യവും കുറച്ച് കരുത്തും കുറച്ച് എനർജിയും കുറച്ച് മസിലൊക്കെ വരുമ്പോ നിങ്ങളുടെ മാതാപിതാക്കൾ ദുർബലരായിരിക്കും. അവർക്കും ആ സ്റ്റേജ് കഴിഞ്ഞു പോയതാണ്. പക്ഷേ നിങ്ങളുടെ കൈക്കരുത്തിന്റെ മുമ്പിലോ നിങ്ങളുടെ തുറിച്ച നോട്ടത്തിന്റെ മുന്നിലോ നിങ്ങളുടെ വാപ്പയെ നിങ്ങൾ ചെറുതാക്കി കാണരുത്. നിങ്ങളുടെ ഉമ്മയെ ദുർബലയാണെന്ന് വരുത്തരുത്. അവരുടെ മുമ്പിൽ അടിമകളെ പോലെ നിൽക്കാൻ കഴിയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഔന്നിത്യമാണ്. ഇത് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതിനുവേണ്ടിയാണ് ഹജ്ജിൽ ആ ഉമ്മ ചവിട്ടിയ 2 കുന്നുകൾക്കിടയിൽ സർവ്വ മനുഷ്യരും നടക്കണമെന്ന് അല്ലാഹു പറഞ്ഞത്. ഹജ്ജിന് വിളിച്ചിട്ട് മുഴുവൻ ആളുകളും നിങ്ങൾ ആ നടത്തം നടന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹജ്ജ് സ്വഹീഹല്ല, നിങ്ങളുടെ ഉംറ സ്വഹീഹല്ല. എന്തേ? അല്ലാഹുവിന്റെ തൗഹീദിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട കഅബാലയം കഴിഞ്ഞാൽ അനിഷ്കുർലി, എനിക്ക് നീ ചെയ്യേണ്ട നന്ദിയാണിത്, വലിവാലിദൈക്, അത് കഴിഞ്ഞാൽ നിന്റെ മാതാപിതാക്കളാണ്. അതിൻ്റെ ഒരു ഉമ്മയെ, ആ പിതാവുണ്ട് അവിടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ പിതാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് സംസം. ഒരു ഉമ്മയെ ഒരു ഉപ്പയെ ആ കഅബാലയത്തിന്റെ മുന്നിൽ വെച്ച് അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇതൊന്നും കാണാതെ പോരരുത്. ഇതൊക്കെ കണ്ടറിയുമ്പോഴാ ഹജ്ജ് ഹജ്ജാകുന്നത്, ഉംറ ഉംറയാകുന്നത്. ഉമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ട്, ഉമ്മ ഞാൻ ഹജ്ജ് ചെയ്ത് വരട്ടോ. എന്റെ ഹജ്ജ്? അവൻ എന്തറിഞ്ഞു എന്താണ് ഹജ്ജെന്ന്, സഫയും മറുവയും എന്താണെന്ന് എങ്ങനെ അറിഞ്ഞു? പിതാവിനോട് ദേഷ്യം പിടിച്ചും പിതാവിനോട് മിണ്ടാതായും പിതാവിനോട് ആക്രോശിച്ചും പിതാവിനെ തല്ലിയും പിതാവിനെ മാനം കെടുത്തിയും. ഹജ്ജിനും ഉംറക്കും പോകുന്നവരറിയണം, അത് പൊരുത്തപ്പിടിച്ചിട്ട് പോയാൽ മതി, അവരുടെ പൊരുത്തം വാങ്ങിച്ചിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ അവിടെ തുറക്കപ്പെടുകയില്ല. അള്ളാഹു നമുക്കൊക്കെ മാതാപിതാക്കളുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ഹജ്ജ് അല്ലാഹു നമ്മളെ സംസ്കരണത്തിന് വിളിക്കുന്ന ഒരു യാത്രയാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. മനുഷ്യൻ യാത്ര ചെയ്യുന്നവനാണ്, യാത്ര ചെയ്യേണ്ടവനാണ്. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നാണെങ്കിലും ഹജ്ജിന് കഴിവുള്ളവർ വന്നിരിക്കണമെന്നാണ്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഫ്ലൈറ്റ് യാത്രകൾ വേണ്ടിവരും അതിന്. ചിലർക്ക് ബൈ റോഡ് വരേണ്ടി വരും. കാൽനടയായി പോരുന്നവരുണ്ടാകാം, കപ്പലുകളിലേറി വരുന്നവരുണ്ടാകാം. എത്ര ദൂരമാണെങ്കിലും ആ പരിശുദ്ധ മണ്ണിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നവൻ ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്തിരിക്കണം. മനിസ്തതാഅ ഇലൈഹി സബീല. മാ അഹല്ല മുഹില്ലുൻ ഖത്തു വലാ കബ്ബറ മുകബ്ബിറുൻ ഖത്തു ഇല്ലാ ബുശ്ശിറ ബിൽ ജന്ന. ഹാജിമാർ അങ്ങോട്ട് വരുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക് വൽ മുൽക് ലാ ശരീക ലക്. ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ, മീഖാത്ത് കഴിഞ്ഞു തുടങ്ങിയാൽ, കഅബാലയത്തെ ലക്ഷ്യമാക്കി വന്നു തുടങ്ങുമ്പോൾ ഹാജിമാരുടെ ചുണ്ടുകളിൽ വരുന്ന വരികളാണത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുവേ, ഞങ്ങൾ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പിതാമഹന്മാരുടെ മുതുകുകളിൽ
ഒരു ദർറത്തുകളായി, അണുകളായി, കൊച്ചു സാധനമായി കാണാൻ പോലും കഴിയാത്തതായി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ജീനുകൾക്കുള്ളിൽ, DNA-ക്കുള്ളിൽ നീ നിക്ഷേപിച്ചിരുന്ന ഞങ്ങളുടെ ജന്മത്തിന്റെ ആദ്യ രൂപങ്ങൾക്ക് പോലും കേൾക്കാൻ കഴിഞ്ഞു. നിന്റെ പ്രവാചകൻ ഇബ്രാഹീം നബി അലൈഹിസ്സലാം ഹജ്ജിന് വരണേ എന്ന് പറഞ്ഞത് അന്ന് ഞങ്ങൾ കേട്ടതാണ്. ഇന്നിതാ ഞങ്ങൾ ഭൂമിയിലേക്ക് ഉടലോടെ ശരീരത്തോടെ ജനിച്ചു വീണവരാണ്. ഞങ്ങളതിന് ഉത്തരം നൽകുന്നു. അന്നുത്തരം നൽകിയതിന് അതോടൊപ്പം തന്നെ ഇന്നും ഒരു ഉത്തരം. അതുകൊണ്ട് രണ്ടുത്തരങ്ങളാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, രണ്ടു തവണയാണ് റബ്ബേ ഞങ്ങൾ ഉത്തരം നൽകുന്നത്. ആലമുൽ അർവാഹിലും ആലമുൽ അർഹാമിലും ഞങ്ങൾ ഉത്തരം നൽകിയതുപോലെ ഇതാ ആലമുൽ അശ്ബാഹിൽ ഞങ്ങൾ നിനക്ക് ഉത്തരം നൽകുകയാണ്. അല്ലാഹ് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. എല്ലാ അനുഗ്രഹവും അധികാരവും നിനക്ക് മാത്രമാണ് റബ്ബേ. അത് പകുത്തെടുക്കാൻ ഒരാളും നിന്റെ കൂടെയില്ല, ഒരാൾക്കും അത് സാധ്യവുമല്ല. എല്ലാം നിനക്ക് 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 എന്ന് പടച്ച തമ്പുരാന് അങ്ങനെ ലബ്ബൈക്കയും തഹ്ലീലും ചൊല്ലി വരുന്ന മുഴുവൻ ആളുകൾക്കും ഇല്ലാ ബുശ്ശിറ ബിൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹും അല്ലാഹു അക്ബറും ചൊല്ലുന്ന എല്ലാ ഹാജിമാർക്കും സ്വർഗമുണ്ട്, സ്വർഗമുണ്ട് എന്ന് മാലാഖമാർ അവരുടെ കൂടെ വന്ന് പറയുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ഹാദിഹി ഥനിയതു യാ സ്വഹാബ, സ്വഹാബികളെ ഏതാണ് ഈ കുന്നിൻ പുറം എന്ന് മദീനയിൽ നിന്ന് കടന്നു വരുമ്പോൾ മക്കക്കിടയിലുള്ള ഒരു കുന്നിൻ ചെരുവിനെ നോക്കി നബി തങ്ങൾ പറഞ്ഞു. അവർ പറഞ്ഞു, നബിയേ ഇത് ഥനിയതു കദാ വകദാ. ആ കുന്നിന്റെ പേര് പറഞ്ഞു കൊടുത്തവര് കഅന്നീ ബിയൂനുസ് ഇബ്നു മത്താ, മഹാനായ പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാം. ആരാണോ വലിയൊരു ആംബർ തിമിംഗലത്തിന്റെ വയറ്റിലകപ്പെട്ടു പോയത്, മഹാനായ യൂനുസ് അലൈഹിസ്സലാം നീനവായിൽ നിന്ന്, ഇറാഖിൽ നിന്ന്, മെഡിറ്ററേനിയൻ കടലിന്റെ ഓരങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് പരിശുദ്ധമായ കഅബാലയത്തെ ലക്ഷ്യമാക്കി യൂനുസ് അലൈഹിസ്സലാം കടന്നു വരികയും ഈ കുന്നിൻ പുറത്തിലൂടെ തന്റെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ കയറി ഇറങ്ങുമ്പോ, ആ കുന്നിൻ ചെരുവിലൂടെ ഇറങ്ങുമ്പോ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് യൂനുസ് അലൈഹിസ്സലാം തൽബിയത്ത് ചൊല്ലിപ്പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ. കുറച്ചപ്പുറത്തേക്ക് വന്ന് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ പ്രവാചകർ ഓർക്കുകയാണ്. ഈ കുന്നിൻ ചെരുവിന്റെ പേരെന്താണ് സ്വഹാബികളെ? അവര് പറഞ്ഞു സനിയതു കദാ വകദാ. അതിന്റെ പേര് പറഞ്ഞു കൊടുത്തു. കഅന്നീ ബിമൂസ ഇബ്നു ഇമ്രാൻ, ഇമ്രാൻ എന്നവരുടെ മകൻ. കഅന്നീ ബിമൂസ ഇബ്നു ഇമ്രാൻ, ഇമ്രാൻ എന്നവരുടെ മകൻ മൂസ നബി അലൈഹിസ്സലാം. കലീമുഹു, അല്ലാഹുവിന്റെ കലീമായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. ഒരു ഒട്ടകപ്പുറത്ത് ആ ഒട്ടകത്തിന്റെ മൂക്കുകയർ ഈത്തപ്പനയോലകളുടെ നാരുകളെ കൊണ്ടുണ്ടാക്കിയതായിരുന്നുവെന്നും, ഒരു ചെമന്ന ഒട്ടകപ്പുറത്ത് മഹാനായ മൂസ നബി അലൈഹിസ്സലാം തൽബിയത്ത് ലബ്ബൈക ചൊല്ലിയിട്ട് കണ്ഠമിടറുകയും കരയുകയും ചെയ്ത് കണ്ണുനീർ കണങ്ങളാൽ കൊണ്ട് തൊണ്ട ഇടറിയിട്ട് തൽബിയത്ത് ചൊല്ലിയിട്ട് തക്ബീർ ചൊല്ലിയിട്ട് ഈ കുന്നിൻ ചെരുവുകളിലൂടെ കഅബാലയത്തെ ലക്ഷ്യമാക്കി മൂസ നബി വരുന്നതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് 3000 വർഷങ്ങൾക്ക് മുമ്പ് മൂസ നബി അലൈഹിസ്സലാം കടന്നുപോയ ചരിത്രം പ്രവാചകർ തങ്ങൾ ഇന്നലെ നടന്ന പോലെ, നടക്കുന്ന പോലെ സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. മാ ഹല്ല മുഹില്ലുൻ ഖത്തു വലാ കബ്ബറ മുകബ്ബിറുൻ ഖത്തു ഇല്ലാ ബുശ്ശിറ ബിൽ ജന്ന. സ്വർഗമുണ്ട്, സ്വർഗം നിങ്ങൾക്ക് അവകാശപ്പെട്ടിരിക്കുന്നുവെന്ന് ആ വിശുദ്ധ ഗേഹത്തിലേക്ക് തക്ബീർ ചൊല്ലി തഹ്ലീൽ ചൊല്ലി പോകുന്ന മുഴുവൻ ആളുകളോടും അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു പറയുന്നു അത്രേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഉമ്മയും ഉപ്പയും കണ്ടുമുട്ടിയ ഒരു വിശുദ്ധമായ ഒരു ഗ്രൗണ്ടാണ്, ഒരു മൈതാനമാണ് അറഫ. അറഫ എന്നത് ഹറമിന്റെ പുറത്താണ്, ഹറമിന്റെ ബൗണ്ടറിക്ക് പുറത്താണ് അറഫയുള്ളത്. അറഫയുടെ ഹുദൂദുകൾ കാണാം, അതിരുകൾ കഴിഞ്ഞാൽ പിന്നെ ഹറമാണ്.
പരിശുദ്ധമായ അറഫ ഭൂമിയെ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പരിചയപ്പെടുത്തി. ആ വിശുദ്ധമായ അറഫയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അൽ ഹജ്ജു അറഫ. മനുഷ്യൻ അറിയുന്നിടത്താണ് ഹജ്ജാകുന്നത്. മനുഷ്യനെ തിരിച്ചറിയുന്നതാണ് ഹജ്ജ്. അറഫയാണ് ഹജ്ജ് എന്ന് പറയുന്ന ഇത്രയെല്ലാം ആശയങ്ങളുണ്ട്. പുരുഷന്മാർ 2 വെള്ള തുണികൾ മാത്രം പുതച്ച്, സ്ത്രീകൾ അവരുടെ മുഖവും മുൻകൈയും മാത്രം പുറത്തു കാണിച്ച്, പുരുഷന്മാർ ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങളൊന്നുമില്ലാതെ ഒരു മയ്യത്തിനെ ഏതൊരു വസ്ത്രം കൊണ്ടാണോ കഫൻ ചെയ്യുന്നത് അതുപോലത്തെ 2 വസ്ത്രങ്ങളാണ് ഒരു ഹജ്ജ് ചെയ്യുന്ന ഉംറ ചെയ്യുന്ന മനുഷ്യന്റെ ദേഹത്തുണ്ടാകുന്നത്. വലിയ അത്ഭുതമല്ലേ? തുന്നിയിട്ടില്ലാത്ത, തുന്നി പിടിപ്പിച്ചിട്ടില്ലാത്ത നിവർന്ന വസ്ത്രമാണ് അരമുണ്ടായും മേൽത്തട്ടമായിട്ടും അണിയുന്നത്. ആരാണിതിൽ മുതലാളി? ആരുടേതാണ് ബ്രാൻഡഡ്? ആർക്കും അറിയില്ല. ഇത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ മഹ്ശറ എന്തായിരിക്കുമെന്ന് മനുഷ്യന് ഒരു ചെറിയ ബോധം നൽകാൻ അള്ളാഹു സംവിധാനിച്ച ഒരു മിനി മഹ്ശറയാണ് അറഫ എന്ന് പറയുന്നത്. വല്ലാത്ത അത്ഭുതമാണ്. മനുഷ്യൻ ഓരോരുത്തരും ഒരു ചീർപ്പിന്റെ പല്ലുകളെ പോലെ എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നാണ്, ഒരുപോലെയാണ്. ആ ഒരു നൃത്തം കണ്ടപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ലാ ഫദുല ലിഅറബിയ്യിൻ അലാ അജമി. ഒരു അറബിയും ഞാൻ ഖുറശിയാണ്, ഞാൻ തമീമിയാണ്, ഞാൻ മഖ്സൂമിയാണ്, ഞാൻ ഇന്ന ഗോത്രക്കാരനാണ്, ഇതൊന്നും പറയണ്ട. മനുഷ്യനായി ജനിച്ചു നിങ്ങൾ അറബ് ഭാഷ സംസാരിച്ചു. അറബ് ഭാഷയല്ലാത്ത ആയിരക്കണക്കിന് ഭാഷകൾ ഈ ഭൂമിയിൽ മനുഷ്യൻ സംസാരിക്കുന്നു. അതുകൊണ്ട് അറബി ഭാഷ സംസാരിക്കുന്ന ഒരാൾക്ക് അറബി ഭാഷ സംസാരിക്കാത്തവനേക്കാളും സ്ഥാനമില്ല. എന്നാ പിന്നെ ഇംഗ്ലീഷും ഫ്രഞ്ചും ജർമ്മനും സംസാരിക്കുന്നവനോ ഞാൻ അറബിയെക്കാളും മുന്തിയ ആളാണെന്ന് നിങ്ങളും പറയണ്ട. നിങ്ങളുടെ പാസ്പോർട്ടുകൾക്കോ നിങ്ങളുടെ ലാംഗ്വേജുകൾക്കോ ഒരു ക്രെഡിബിലിറ്റിയും ഇവിടെ ഇല്ല. വലാ ലി അജമീൻ അലാ ലി അറബി വലാ ലി അബിയദ് അലാ അസ്വദ വലാ ലി അസ്വദ അലാ അബിയദ്. വെളുത്ത ഒരു തൊലിയുണ്ടായതിന്റെ പേരിൽ ഞാൻ നിന്നെക്കാളും ഉഷാറാണെന്ന് ഒരു കറുത്തവനെ നോക്കിയിട്ടും ഒരു വെളുത്തവനും ചിന്തിക്കരുത്. നിറമില്ലാത്തൊരു പെണ്ണിനെ കാണുമ്പോ നിറമുള്ള ഒരു പെണ്ണും പറയണ്ട നിന്നെക്കാളൊക്കെ മുന്തിയ ആള് ഞാനാണെന്ന്. ഇനി കറുപ്പിനാണ് അഴകെന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ ഒരു കറുത്തവനും വിചാരിക്കേണ്ട വെളുത്തവനേക്കാളും മുന്തിയവൻ ഞാനാണെന്ന്. എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുപോലെയാണ്. ഇത് പടച്ചവന്റെ സൃഷ്ടികളാണ്. ഇല്ലാ ബിത്തഖ്വാ. നിങ്ങൾ ആരുടെയൊക്കെ മനസ്സിലാണോ അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധമുള്ളത് അവര് മാത്രമാണ് ഇന്ന് മുന്തിയവർ. നിങ്ങളുടെ രാജ്യമോ നിങ്ങളുടെ പാസ്പോർട്ടോ നിങ്ങളുടെ ഭാഷയോ നിങ്ങളുടെ രൂപമോ നിങ്ങളുടെ വൈകൃതങ്ങളോ നിങ്ങളുടെ പെർഫെക്ഷനോ ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല. അൽ ഹജ്ജു അറഫ. ഈ നൃത്തമാണ് ഹജ്ജിനെ ഹജ്ജാക്കി മാറ്റുന്നത്. ഞാൻ മനുഷ്യരിൽ ഒരു മനുഷ്യൻ മാത്രമാണ് സർവ്വ അഹങ്കാരവും ഇറക്കി വെച്ച് പൈസക്കാരനാണ്, എൻ്റെ കയ്യിൽ കാശുണ്ട്, എൻ്റെ വീട് ഇത്ര വലുപ്പമുള്ള വീട്, എൻ്റെ വാഹനത്തിന് ഇത്ര വില, എൻ്റെ ബിസിനസിന്റെ ടേൺ ഓവർ ഇത്ര, ഇതൊന്നും വില പോവില്ല. 2 കഷ്ണം തുണി മതി.